റിമോട്ടും കയ്യിൽ പിടിച്ച് ചാനൽ മാറ്റി മാറ്റിയിരിക്കുന്ന ആദിയെ കണ്ട് പപ്പയുടെ മുഖം ചുളിഞ്ഞു. അരികിൽ പപ്പ ഇരിക്കുന്നത് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. ആദി തോളിൽ അയാളുടെ കൈകൾ മുറുകുമ്പോൾ ഞെട്ടലോടെ തല ചരിച്ചു നോക്കി. പിന്നെ ചിരിച്ചു. എന്താ മക്കളെ, എന്താലോചിക്കുക? മോള് നാളെ പോകുന്നത് കൊണ്ടുള്ള വിഷമാണോ? അത് പപ്പ. അയാളെ കെട്ടിപ്പിടിച്ചു. ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് അടർന്നു പോകുന്ന ഒരുതരം വേദന. അവൾ ഇത്രമാത്രം എൻ്റെ ജീവന്റെ ഭാഗമായിരുന്നുവെന്ന് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. വേദനയോടെ വിങ്ങുന്ന മകന്റെ ഹൃദയം. അയാൾ ചിരിച്ചു. പ്രണയം അതങ്ങനെയാണ്. അകന്നു മാറുമ്പോൾ വേദനിക്കും, അടയ്ക്കു പിടിക്കാൻ തോന്നും. നിന്റെ അമ്മ തിരികെ പോകുമ്പോൾ ഞാനും അനുഭവിച്ചിരുന്നു. നീ അനുഭവിക്കുന്നതിൻ്റെ 100 ഇരട്ടി വേദന. അവൻ ഞെട്ടലോടെ അകന്നു മാറി. പപ്പ. അയാളുടെ നിറയുന്ന കണ്ണുകൾ. ഒരു 3 ദിവസമല്ലേ, സാരമില്ല. പിന്നീട് ഒരായുഷ്കാലം മുഴുവൻ നിന്റെ പെണ്ണായി അവൾ ഒപ്പം ഉണ്ടാകുമല്ലോ. എല്ലാം നല്ലതിനാണ് എന്ന് മാത്രം കരുതുക. അയാൾ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു. നാച്ചുമോൾ എവിടെ? കിടന്നോ? പതിയെ ചോദിച്ചു. അറിയില്ല പപ്പ. നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെക്കാൻ ഞാൻ പറഞ്ഞു. പോകുന്നതിന് മുന്നേ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ മോളോട് പറയണം. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. നാച്ചൂട്ടാ, എല്ലാം സെറ്റാക്കിയോ? ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന് ആദ്യ ചോദിക്കുമ്പോൾ അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവനെ നോക്കി. വേദനയോടെ തല താഴ്ത്തി നിന്നു. എന്താടാ, എന്തുപറ്റി? ഒന്നും ഒതുക്കി വെച്ചില്ലേ? ബെഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ജുവൽ ബോക്സിലും ഡ്രസ്സിലും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ മൗനമായി. നാച്ചൂട്ടാ. അവൻ ബെഡിലായിരുന്നു. നക്ഷത്രയുടെ കയ്യിൽ പിടിച്ച് അരികിലായിരുത്തി. എന്തിനാ സങ്കടം? പറയ്. വേദനയിൽ പിടയ്ക്കുന്ന മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി. 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം. അപ്പ ഉണ്ടായിരുന്നാൽ ഇതെല്ലാം വാങ്ങി തരുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോ ആദ്യേട്ടൻ. ബെഡിലായി നിരന്ന് കിടക്കുന്നവയിൽ അവളുടെ വിരലുകൾ നീണ്ടു. എൻ്റെ പൊന്ന, ഇതെല്ലാം വാങ്ങിയത് എൻ്റെ കാശിലല്ല, നാച്ചൂട്ടൻ്റെ അച്ഛൻ്റെ കാശാ. ഈ പൊന്നുമോളെ പപ്പയ്ക്ക് അത്രയ്ക്കിഷ്ടാ. നാച്ചൂട്ടന് എൻ്റെ കാശിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് പപ്പയുടെ ഓർഡറുണ്ട്. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പ എങ്ങും പോയിട്ടൊന്നുമില്ല, നിന്റെ ഒപ്പം കൂടെയുണ്ട്. അതൊരു പക്ഷേ എൻ്റെ പപ്പയുടെ രൂപത്തിലാവും. അവൾ തല ഉയർത്തി ആദർശിനെ നോക്കി. അതേന്ന്. അല്ലെങ്കിൽ പിന്നെ നോക്കിയേ, എന്നോട് ഗൗരവത്തിൽ സംസാരിക്കുന്ന ആനന്ദ് മേനോൻ അതേസമയം നിന്നോട് സ്നേഹത്തിലും സംസാരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടില്ലേ എൻ്റെ പെണ്ണ്? അവൾ തലകുലുക്കി. അപ്പോ അതപ്പ തന്നെയാ, അവൻ ഉറപ്പിച്ചു പറയുമ്പോൾ നക്ഷത്ര ചിരിച്ചു. ഹാ, എൻ്റെ നാച്ചൂട്ടൻ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിരിക്കണം. അവൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ക്യാരി ബാഗിൽ എല്ലാം അടുക്കി പെറുക്കി വെച്ചു. നക്ഷത്ര ആദർശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ദേ, ഒന്നുപോലും മിസ്സായിട്ടില്ല. മേക്കപ്പ് ഒന്നും ഒരുപാട് വേണ്ട. സുന്ദരിയായിട്ട് വേണം കള്ളക്കണ്ണൻ്റെ മുന്നിലേക്ക് വരാൻ, കേട്ടോ? അവളെ ബെഡിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചിരിയോടെ തല കുലുക്കി സമ്മതിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ പ്രണയം. നാച്ചൂട്ടാ, 2 ദിവസം ഞാൻ ഒറ്റയ്ക്ക്. അത് മാത്രോ? എത്ര ദിവസമായി? ചുവപ്പ് പടർന്നു കയറുന്ന മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ ആദർശിൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഈ ദർശൻ്റെ സ്വന്തമല്ലേ, പിന്നെന്താ? എൻ്റെ മാത്രമാണെന്ന് സമ്മതിച്ചല്ലോ. ആ, സമ്മതിച്ചു ദർശ. പ്രണയമായി അവൾ പൂത്ത് തളർത്ത നിമിഷം ബണ്ടായവൻ മാറുകയായിരുന്നു. കീഴ്ചുണ്ടിലെ തണുപ്പ് അകന്നു മാറുന്നതറിയാതെ കണ്ണുകൾ മുറുകെ അടച്ചു നിൽക്കുന്ന പെണ്ണിനെ നോക്കി നിന്നു. നാച്ചൂട്ടാ. ചെവിക്കരികിൽ അവൻ്റെ ചുടുനിശ്വാസം. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്താണ്? വേണ്ട വേണ്ട. പക്ഷേ അവൻ്റെ നേർത്ത സ്വരം. അവൾ നാണത്തോടെ മുഖം താഴ്ത്തി. നാണം വന്നോ എൻ്റെ നാച്ചൂട്ടന്? ഞാൻ ഈ നാണക്കാരിയുടെ മുഖം ഒന്ന് കണ്ടോട്ടെ. അവനൊന്ന് കുനിഞ്ഞു. കൈയിലും അവളെ വാരിയെടുത്തു. ദർശ ചിരിയോടെ ആ മുഖത്തേക്ക് നോക്കി. നാണമൊന്നുമില്ല. എന്തിനാ നാണം? എൻ്റെ ദർശേട്ടനല്ലേ? കുറുമ്പ് നിറഞ്ഞ അവളുടെ മുഖം. ആണല്ലോ, നാച്ചൂട്ടൻ്റെ മാത്രം ദർശൻ. അവളുടെ വാക്കുകൾ ഹൃദയത്തിലെ താളം തെറ്റിക്കുമ്പോൾ പ്രണയത്തോടെ പറഞ്ഞു. ബെഡിലായി കിടത്തി നിവർന്നു. ഞാൻ പോട്ടെ, എൻ്റെ പെണ്ണുറങ്ങിക്കോ. നാളെ രാവിലെ ഇവിടെ നിന്നും പുറപ്പെടണം. അവൻ തിരിഞ്ഞു നടന്നതും കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. ആദർശ ചിരിയോടെ തിരിഞ്ഞു നോക്കി. ഇവിടെ ഇരിക്കോ, ഞാൻ ഉറങ്ങിയിട്ട് പോയിക്കോ. ഈ മുഖം കണ്ടുകൊണ്ടുറങ്ങണം. അരികിലായി ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. പേടിയില്ലേ നാച്ചൂട്ടാ?
എന്തിന്? ആരെയും വിശ്വാസമില്ലാത്ത ആളാ ഞാൻ. അയാൾ കാരണം എല്ലാവരെയും പേടിയായിരുന്നു. പക്ഷേ അവൾ ഒന്ന് നിർത്തി. പക്ഷേ ആകാംക്ഷയിൽ ഉറക്കെ ചോദിച്ചു. അപ്പായ്ക്ക് ശേഷം ആദ്യമായി സ്നേഹം, ഇഷ്ടം എല്ലാം തോന്നുന്നത് ഈ ദർശനോടാ. പ്രാണനോളം വിശ്വാസം. ആദർശിൻ്റെ തല പതിയെ താഴ്ന്നു. നെറ്റിത്തടത്തിൽ അമർത്തി ചുംബിച്ചു. ആ ചുണ്ടിൻ്റെ ചൂട് മുഖം നിറഞ്ഞ ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ച് സ്നേഹചുംബനം തന്നിലേക്ക് ചേർത്ത് വെച്ചു. നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ തലമുടിക്ക് ഇടയിലൂടെ വിരൽ പായിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. നാച്ചൂട്ട, ശബ്ദം താഴ്ത്തി വിളിച്ചു. പ്രതികരണം ഉണ്ടായില്ല. അവൾ ശാന്തമായി ഉറങ്ങുകയാണ്. അവൻ എഴുന്നേറ്റു. 2 ദിവസം എൻ്റെ നാച്ചൂട്ടനില്ലാതെ പ്രാണൻ പോകുന്ന വേദനയാടി. അവൾ ചരിഞ്ഞു കിടന്നു. ഈ പെണ്ണ്. ആദർശ് തലയൊന്ന് കുടഞ്ഞു പുറത്തേക്ക് നടന്നു. ഹോ, ആ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം ഇഷ്ടാവോ എന്തോ. ഇഡ്ഡലി ചെമ്പിലേക്ക് മാവ് കോരി ഒഴിച്ചുകൊണ്ട് വനജ പിറുപിറുത്തു. വാതിലിൽ ഒരു കൊട്ട്. അവരുടെ മുഖം വീർത്തു. എൻ്റെ മാഷേ, ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. 2 അടുപ്പേ ഉള്ളൂ. ഒന്നിൽ ഇഡ്ഡലി ആവുകയാ, മറ്റൊന്നിൽ സാമ്പാറും. ചായക്ക് കുറച്ച് താമസിക്കും, കടുപ്പത്തിൽ വനജ പറഞ്ഞു. ആ കാൽപെരുമാറ്റം അകന്നു പോകാതെ വന്നതും അവർ തിരിഞ്ഞു നോക്കി. എൻ്റെ ദൈവമേ! നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു. അടുക്കള വാതിൽപ്പടിയിൽ ഉറക്ക ചടവോടെ നിൽക്കുന്ന വേണി അമ്മയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. ഇന്നെന്താടി നേരത്തെ? വെപ്രാളത്തിൽ ചോദിച്ചു. അമ്മ, കണ്ണിങ്ങു വീഴും. വേണി പറയുമ്പോൾ അവർ ചിരിച്ചു. ഇത് ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. അല്ല, ഇന്ന് എന്ത് പറ്റി നേരത്തെ? പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. സംശയത്തിൽ വേണിയെ നോക്കി ചോദിച്ചു. അവൾ കിച്ചൺ സ്ലാബിന് മുകളിലായിരുന്നു. എന്തു പറയും? ഇന്നലെ ഒരുത്തം വിളിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞെന്നോ? അവൾ ആലോചനയോടെ ഇരുന്നു. വേണി, അമ്മ കടുപ്പത്തിൽ വിളിച്ചു. അത് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ. എന്താന്നറിയില്ല. മുഖം ചുളുക്കി പറഞ്ഞു. അമ്മയുടെ നെഞ്ചം ഒന്ന് പിടച്ചു. തല ചരിച്ച് അവളെ നോക്കി. അരികിലായി ചേർന്ന് നിന്നു. എൻ്റെ കുട്ടി, ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുത് പ്രാർത്ഥിക്ക്. മനസ്സിൻ്റെ വിഷമവും വേദനയും മാറും. അമ്മ പറയുമ്പോൾ ഒരു നിമിഷം വേണി മിണ്ടാതിരുന്നു. പോകാം. പെട്ടെന്ന് സ്ലാബിന് മുകളിൽ നിന്നും ചാടി ഇറങ്ങി പുറത്തേക്ക് ഓടി. ഈശ്വരാ, ആ കാലൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. എൻ്റെ കുഞ്ഞിനോട് അവന് ദേഷ്യമുണ്ട്. മോൾക്കൊന്നും വരുത്തരുതേ ശിവനെ. പട്ടുപാവാടയും ഉയർത്തിപ്പിടിച്ച് പടിക്കെട്ടുകൾ ഓടിയിറങ്ങുന്ന വേണിയെ കണ്ട് മാഷ ചായക്കപ്പ് ടേബിളിലേക്ക് വെച്ച് എഴുന്നേറ്റു. മോളിത് എവിടെ പോവാ? ക്ഷേത്രത്തിൽ പോവാ അച്ഛാ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നക്ഷത്രയ്ക്ക് വാങ്ങിയപ്പോൾ ഭാര്യരച്ചൻ എനിക്കും കൂടി വാങ്ങി തന്നതാ. കൊള്ളാം. അപ്പോൾ ശരി. അവൾ പുറത്തേക്ക് നടന്നു. അച്ഛൻ കൂടി വരട്ടെ? മാഷി ചോദിച്ചു. വേണി പിടിച്ചു വെച്ചതുപോലെ നിന്നു. ഞാനെന്താ, ഉള്ള കുഞ്ഞാണോ? അത് മോളെ. വേണ്ട, എനിക്ക് ആരെയും പേടിയില്ല. പേടിച്ചാൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞു തന്നത്? വേണി ചോദിക്കുമ്പോൾ മാഷി തല കുലുക്കി. സൂക്ഷിക്കണം, ശ്രദ്ധ വേണം. ഓ, ശ്രദ്ധിക്കുക എൻ്റെ മാഷേ. ഓടി വന്ന് മാഷിൻ്റെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് തിരിഞ്ഞോടി. ദൈവമേ കാത്തോളണം. പ്രാർത്ഥനയോടെ ഒരച്ഛൻ. കാറിൽ ബാഗുകളെല്ലാം വെച്ച് ആദ്യം തിരിഞ്ഞ് പപ്പയെ നോക്കി ചിരിച്ചു. ദേ വരുന്നുണ്ട്. ആളിന് നല്ല വിഷമമുണ്ട് പപ്പ. ഇറങ്ങട്ടെ അച്ഛാ? നക്ഷത്ര അരികിലേക്ക് വന്ന് പറയുമ്പോൾ വാത്സല്യത്തോടെ ആ മുഖത്തേക്ക് നോക്കി. മുഖത്തെന്താ ഒരു വാട്ടം. 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം അച്ഛനും ആദിയും വരും. മോളെ അധികാരത്തോടെ കൂടെ കൂട്ടും. അവളെ ചേർത്ത് പിടിച്ചു. മുന്നിലേക്ക് നടക്കുമ്പോൾ ആദർശ് കാറിലേക്ക് കയറി. ഒന്നുകൊണ്ടും പേടിക്കരുത്. ശത്രുക്കൾ ചുറ്റിനുമുണ്ട്. ധൈര്യമായി അവർക്ക് മുന്നിൽ നിൽക്കണം. എന്തിനും ഏതിനും അച്ഛനും ആദ്യേട്ടനും ഉണ്ടാകും. എപ്പോഴും ആ ഓർമ്മ വേണം. അവൾ തല കുലുക്കി സമ്മതിച്ചു. കാറിൽ കയറിയിരുന്നു കൊണ്ട് അച്ഛന് നേരെ കൈവീശി. അയാൾ ചിരിച്ചു. ആദ്യേട്ടാ? അപ്പയുടെ കൈയും പിടിച്ച് കളിച്ച് വളർന്ന മണ്ണിലൂടെ കാറ് കുതിച്ചു പായുമ്പോൾ വേദനയോടെ അവൻ്റെ തോളിൽ ചാരി കിടന്നു. കൃഷ്ണക്ഷേത്രത്തിനെ മറികടക്കുന്ന നിമിഷം അവൾ തല ഉയർത്തി പുറത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അപ്പായ്ക്ക് ഈ തിരുനട വിട്ട് പോവാനാവില്ല. തിരുമേനിയായ നാൾ മുതൽ അവനായിരുന്നു എല്ലാം, അന്നവും ജീവിതവും. വിതുമ്പലോടെ പറയുമ്പോൾ ആദർശ് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സന്നിധിയിൽ വെച്ച് കല്യാണം നടത്തുന്നത്.
നാച്ചിമോള് ഈ കള്ളക്കണ്ണൻ്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് കണ്ട് അപ്പം സന്തോഷിക്കട്ടെ. കാറ് ഒരു ഗേറ്റിന് മുന്നിൽ നിർത്തി. ഞാൻ തുറക്കാം ആദ്യേട്ടാ. അവൾ പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റും മലർക്കെ തുറന്നു. മാഷേ, മോളെത്തി. വനജ പുറത്തേക്ക് ഓടിയിറങ്ങി. നക്ഷത്രയെ കെട്ടിപ്പിടിച്ചു. മോൾക്ക് സുഖല്ലേ? സുഖ. മാഷ് പുറത്തേക്ക് വന്നു. ബാ മക്കളെ. നക്ഷത്രയും ആദർശവും വീട്ടിനുള്ളിലേക്ക് കയറി. ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ വന്നില്ലേ മോനെ? അവര് ബൈക്കിലാ, ഉടനെ വരും. മാഷേ, ബേണി എവിടെ? ഇനി ഉറക്കം ഉണർന്നില്ലേ? ചുറ്റിനും പരതി നോക്കിക്കൊണ്ട് നക്ഷത്ര ചോദിച്ചു. അതൊന്നും പറയണ്ട മോളെ, ഇന്നെന്തായാലും ഒരു ബക്കറ്റ് വെള്ളം ലാഭിച്ചു. വനജ പറയുമ്പോൾ ആദർശിന്റെ മുഖം ചുളിഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റു, എന്തോ ദുസ്വപ്നം കണ്ടു അത്രേ. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി. ചെക്കൻ ഇന്നലെ വിളിച്ചു കാണും. ആളൊന്ന് കുലുങ്ങി തുടങ്ങി. ആദർശ് പിറുപിറുത്തു. ചായ എടുക്കാം മക്കളെ. വനജ അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ നക്ഷത്രയും. 3 ബൈക്കുകൾ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി ആ നാട്ടിൻ പുറത്തെ ചെമ്മൺ പാതയിലേക്ക് കയറി. നിതിൻ, ഒന്ന് നിർത്തടാ, ഈ വയൽക്കാറ്റ് കൊള്ളാൻ എന്ത് രസാ, പ്ലീസ് ഡാ. മെർലിൻ അവൻ്റെ തോളിലടിച്ചു. അടിക്കാതടി, നിർത്താം. അവൻ വണ്ടി സൈഡ് ഒതുക്കി. അവൾ ഇറങ്ങി. എന്താടാ, എന്തു പറ്റി? വെപ്രാളത്തോടെ പിന്നാലെ വന്ന 2 ബൈക്കും ബ്രേക്ക് ചവിട്ടി. ഓ, അവൾക്ക് വയൽക്കാറ്റ് കൊള്ളണോത്രേ. സെൽഫി വാരി കൂട്ടുന്നവളെ നോക്കി പ്രവീണും വരുണും ചിരിച്ചു. നിങ്ങളെന്നും ഒരു ബൈക്കിലല്ലേ വരാറ്, ഇന്നെന്തു പറ്റി? മെർലിൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, വെറുതെ. പ്രവീൺ ചാടി കയറി പറഞ്ഞു. മനസ്സിലാകുന്നുണ്ട് മോനെ. നിതിൻ അവനെ ചുഴിഞ്ഞു നോക്കി. പ്രവീൺ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹോ, പാൽപ്പായസം കിട്ടി. വായിൽ വെള്ളം ഓടുവാ. അവൾ ചുറ്റിനും കറങ്ങി നോക്കി. വേണ്ട, വീട്ടിൽ പോയി കഴിക്കാം. ക്ഷേത്ര പടിക്കെട്ടുകൾ ഇറങ്ങി റോഡിന് സൈഡിലൂടെ മുന്നിലേക്ക് നടന്നു. മോളൊന്ന് നിന്നേ. പിന്നിൽ നിന്നും കനത്ത സ്വരം. വേണി തിരിഞ്ഞു നോക്കാതെ നിന്നു. 3 പേർ മുന്നിലായി നിന്ന് മുണ്ടു മടക്കി ഉടുത്തു. എന്താ? കടുപ്പത്തിൽ അവൾ ചോദിച്ചു. ഓ, കൂടുതൽ വിളയാതടി. നീ ജഗന്റെ നേർക്ക് തല ഉയർത്തും അല്ലേ? ഒരുത്തൻ്റെ കടുത്ത സ്വരം. ഹാ, ഉയർത്തും. നിനക്കെന്താ? വഴിയിൽ നിന്ന് മാറടാ. ഓ, മാറിയില്ലേൽ പൊന്നുമോള് എന്തു ചെയ്യും? അതൊന്ന് കാണണമല്ലോ. മറ്റൊരുത്തൻ വേണിയുടെ കയ്യിൽ പിടിച്ചു. പാൽപ്പായസം നിലത്തേക്ക് തട്ടിയിട്ടു. എടാ, ദേഷ്യത്തോടെ അവളുടെ ശരീരം വിറച്ചു. വലതു കൈ അവന് നേർക്ക് ഉയർന്നു താഴ്ന്നു. എടി നരുന്ത് പെണ്ണെ, നീ ആരെയാ അടിച്ചത്? 3 പേരും അവൾക്ക് ചുറ്റിനും നിന്നു. മാറടാ, മാറാൻ. അന്നാദ്യമായി വേണിയുടെ കണ്ണിൽ പേടി വന്ന് നിറഞ്ഞു. ഓ, തമ്പുരാട്ടിക്ക് പേടിയുണ്ട്. ഷോൾഡറിൽ ഒരുത്തൻ്റെ കൈ പതിക്ക് മുന്നേ അവൻ്റെ വയറ്റിൽ ശക്തിയിലിടിച്ചു. മുന്നിലേക്ക് ഓടി. ശിവനെ, അവൾ നെഞ്ചത്ത് കൈവച്ചു. തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗത്തിൽ ഓടുന്ന പെൺകുട്ടി. പ്രവീണിൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അത് വേണിയല്ലേ? ബൈക്കിൻ്റെ വേഗത കുറഞ്ഞു. പിന്നാലെ ഓടുന്ന 3 തടിമാടന്മാർ. ഇത് ജഗന്റെ ആൾക്കാരാവും. അവൻ ബൈക്ക് നിർത്തി ഇറങ്ങി. വേണിക്കുട്ടി, പെട്ടെന്ന് വിളിച്ചു. അവൾ ഓട്ടം നിർത്തി തിരിഞ്ഞു നോക്കി. എവിടെ പോവാടോ? ഉറക്കെ ചോദിച്ച് അരികിലേക്ക് വരുന്നവനെ സംശയത്തിൽ നോക്കി. നിതിൻ്റെയും വരുണിൻ്റെയും ബൈക്ക് 2 പേർക്കും അരികിലായി ചേർത്ത് നിർത്തി. എന്തിനാ വേണി ഓടിയത്? അവരാരാ? പ്രവീൺ ചോദിച്ചു. അത് ജഗന്റെ കൂട്ടുകാരാണ്. ഓ, അപ്പോ നിന്നെ രക്ഷിക്കാൻ ആളെത്തി. 3ഉം ഉറക്കെ പറഞ്ഞു. ഹാ, എത്തി ചേട്ടാ. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്തവന്മാരുടെ അഹങ്കാരം നോക്കണേ. അതിലൊരുത്തൻ പറയുമ്പോൾ മെർലിൻ രൂക്ഷമായി അവനെ നോക്കി ചിരിച്ചു. എന്ത് നോക്കി നിൽക്കുവാ? നിങ്ങൾ ആരാണെന്ന് അറിയിച്ചു കൊടുക്ക്. ഞങ്ങൾ ഇവിടെ നിൽക്കാം. വാ വേണി. വരുണിനെയും പ്രവീണിനെയും നിതിനെയും നോക്കി പറഞ്ഞ് വേണിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. റോഡിൽ പൊരിഞ്ഞാടി. 3 തടിമാടന്മാരും നിലത്ത് കിടന്ന് 4 കാലിൽ ഇഴഞ്ഞു. ചേട്ടാ, ദേ ഇവൻ എൻ്റെ പാൽപ്പായസം തട്ടിക്കളഞ്ഞു. അവന് കുറച്ചുകൂടി കൊടുക്ക്. എൻ്റെ പാൽപ്പായസം ഒന്ന് രുചിച്ചു നോക്കാൻ പറ്റിയില്ല. സങ്കടത്തോടെ വേണി ഉറക്കെ പറയുമ്പോൾ നിതിനും വരുണും പ്രവീണിനെ നോക്കി തല കുലുക്കി ചിരിച്ചു. പെട്ട് മോനെ പെട്ട്. നിന്റെ സെലക്ഷൻ അത് പൊളിയാണ് കേട്ടോ. എഴുന്നേറ്റ് പോയിണ്ടാ. 3ഉം ഉറക്കെ പറയുമ്പോൾ ഗുണ്ടകൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് ഏന്തി വലിഞ്ഞോടി. കൃഷ്ണവേണിക്ക് ഞങ്ങളെ അറിയോ? നിതിൻ ചോദിച്ചു. അത് ആദർശേട്ടൻ്റെ ഫ്രണ്ട്സ് അല്ലേ? ആദ്യം മനസ്സിലായില്ല.
അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. 4 ബൈക്കിൽ കയറി. ഞങ്ങൾ വേണിയുടെ വീട്ടിലേക്കാ. ദേ ആ ബൈക്കിൽ കയറിക്കോ. പ്രവീണിന് നേരെ വിരൽ ചൂണ്ടി നിതിൻ പറഞ്ഞു. അയ്യോ അത് വേണ്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ നടന്നു വന്നോളാം. എൻ്റെ കുട്ടി പേടിക്കണ്ട, ഞങ്ങൾക്ക് വീടറിയില്ല, അതാ. മെർലിനും കൂടി പറയുമ്പോൾ അവൾ പരുങ്ങലോടെ നിന്നു. എൻ്റെ മോളെ ചെന്ന് കയറ്, വയറ് വിശന്ന് കരിയുക. വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ, വരുൺ പറഞ്ഞു. വല്ലായ്മയോടെ അവൾ തലകുലുക്കി. പ്രവീൺ ചിരിയോടെ വേണിയെ നോക്കി. കയറ്. ഇരു സൈഡിലായി കാലിട്ടിരുന്നു. എന്നാ പോവാം. ആ. പ്രവീൺ തിരിഞ്ഞു നോക്കി. 3 പേരും ചിരിയോടെ തല കുലുക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് മച്ചാ, പതിയെ പറഞ്ഞു. ആദ്യ യാത്ര അവൻ്റെ പ്രണയവുമൊത്ത് പ്രവീണിൻ്റെ ഹൃദയം പടപടാ മിടിച്ചു.